AC ബാലകൃഷ്ണൻ ജാമ്യം അനുവദിച്ചു. MLA മാധ്യമങ്ങളെ കാണുന്നു. അതിൽ NM വിജയേട്ടൻ്റെ മകൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആദ്യം ആരോപണം വന്ന എൻ്റെ പേരിലാണല്ലോ. ഞാനത് വളരെ വ്യക്തമായി ഏത് അന്വേഷണത്തിനും നേരിടാമെന്ന് തീരുമാനമെടുത്ത് ഏറ്റവും ആദ്യം ഞാനാണ് SP-ക്ക് പരാതി കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഇന്ന് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ ഞാൻ ഹാജരാകുകയാണ്. അതിനുശേഷം ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയും. ഇതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുള്ളത് ഈ അന്ന് നേരത്തെ ആത്മഹത്യാ പ്രേരണ കത്ത് മാത്രമല്ല, ചില ഡയറി കുറിപ്പുകൾ കിട്ടിയിരുന്നു എന്നാണ്. ആ ഡയറി കുറിപ്പുകളിലും ഇത് വ്യക്തമാക്കുന്ന രീതിയിലുള്ള ചില തെളിവുകളുണ്ടെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. അല്ല, അതൊന്നും ഞാൻ അന്നില്ലല്ലോ സ്ഥലത്ത്. എൻ്റെ വക്കീൽ ഹാജരായിട്ടുണ്ട്. മാത്രമല്ല, കൂടാതെ ഇന്ന് പോലീസിൻ്റെ മൊഴിയെടുപ്പ് നടക്കാണല്ലോ എൻ്റെ. അപ്പോൾ അതിൽ അവർ പറയുമായിരിക്കും. അതിനുശേഷം വിശദമായ കാര്യങ്ങൾ പറയാം. അല്ല, ഞാൻ അന്നൊന്നും പറഞ്ഞല്ലോ, ഏതൊരു അന്വേഷണത്തിനും നേരിടാൻ തയ്യാറാണ്. നീതിപൂർവമായ ഒരു അന്വേഷണം ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായി ഞാൻ പ്രതീക്ഷിക്കുന്നത്. വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകാൻ എത്തിയപ്പോഴാണ് ഇപ്പോൾ IC ബാലകൃഷ്ണൻ MLA മാധ്യമങ്ങളോട് സംസാരിച്ചിരിക്കുന്നത്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്.